രാജീവ് ഫൗണ്ടേഷൻ യൂത്ത് ബ്രിഗേഡിയർ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട്ടിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണം സംഘടിപ്പിച്ചു. പീരുമേട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുശോചന യോഗം മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിന്റെ ഭാഗമായി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ രാജീവ് ഫൗണ്ടേഷൻ യൂത്ത് ബ്രിഗേഡിയർ ഇടുക്കി ജില്ലാ ചെയർമാൻ മനോജ് രാജൻ അധ്യക്ഷനായിരുന്നു. അന്താരാഷ്ട്ര സമാധാന സംഘടന അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി യോഗം ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ സാമൂഹിക പരിവർത്തനം നടത്താനുള്ള ആക്ടുകൾ, നിയമങ്ങൾ ഇദ്ദേഹം കൊണ്ടുവരാൻ മുൻകൈയെടുത്തു. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഒന്നാം UPA സർക്കാർ കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾ ഒറ്റയടിക്ക് പിൻവലിച്ചു. എന്താണ് ആണവ കരാർ? ആണവ കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയെന്നുമെങ്കിൽ ഇന്ന് അമേരിക്ക പോലുള്ള മറ്റ് നേരത്തെ പറഞ്ഞ 4 സാമ്പത്തിക ശക്തികളിൽ നിന്നും നമുക്ക് മാറി നിൽക്കേണ്ടി വന്നേനെ. അവിടെ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഇറക്കുമതിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി നിർത്തിയാണ്. നമ്മൾ വിചാരിച്ച് തുമ്മിയാൽ തിരിക്കുന്ന ഒരു സർക്കാരാണ്. പെട്ടെന്ന് ഇത് സർക്കാർ പോകും എന്ന് പറഞ്ഞപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ, പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ എഴുതി തള്ളിയപ്പോൾ കുലുങ്ങിയില്ല. ഒന്നാം UPA പോയിട്ട് രണ്ടാം UPAയും വരാൻ അദ്ദേഹത്തിന് സാധിച്ചു, അല്ലെങ്കിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. KPCC അംഗം ഷാഹുൽ ഹമീദ്, DCC ജനറൽ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് യേശുദാസ്, പീരുമേട് മുൻ മണ്ഡലം പ്രസിഡന്റ് അന്തോണി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അനൂപ് ചെലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു.